പ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർ, വേദിയിലിരിക്കുന്ന മതാചാര്യന്മാരെ, രാഷ്ട്രീയ പ്രമുഖന്മാരെ, MLA-മാരെ, MP-മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്ന് എന്നോട് വിനോദ് പറഞ്ഞപ്പോൾ കാന്തപുരത്തിനാണെന്ന് ചോദിച്ചപ്പം തന്നെ എനിക്ക് എൻ്റെ ഒരു സൗഭാഗ്യം ഉണ്ടാകാൻ പോകുന്നു എനിക്ക് തോന്നിപ്പോയി. കാരണം എന്നെ പോലത്തെയുള്ള ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തിക്ക് ഒരു അവാർഡ് കൊടുക്കുക എന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ഭാഗ്യമാണെന്ന് തന്നെയാണ് കാണുന്നത്. രണ്ടാമത്, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണുന്നത്. എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് കാണിക്കുന്ന ഒരു സിദ്ധാന്തമാണ് അബൂബക്കർ മുസ്ലിയാരോട് പറയുന്നത്. എല്ലാവരും സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മളെ ഈശ്വര വിശ്വാസികളാണ് എല്ലാവരും. പ്രപഞ്ചത്തിൽ അവാച്യമായ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ ശക്തിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് നമ്മൾ അമ്മയിൽ കൂടി കാണാം, നമ്മൾ അപ്പനിൽ കൂടി കാണാം, അല്ലെങ്കിൽ മത ആചാര്യന്മാരിൽ കൂടി കാണാം, ആരെ വരും കാണാം. അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് ഓരോരോ മതസ്ഥരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. പിന്നെ ഇവിടെ തന്നെ ആ നിസ്കാരം ഇപ്പോൾ ഏറ്റവും ഞാൻ ആശ്ചര്യപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിസ്കാരം. നമുക്ക് ഒരു 10 നിമിഷങ്ങൾ ചിലപ്പോൾ ചില ആൾ എന്തിനാണെന്ന് വിചാരിച്ചാലും നമുക്കറിയാം ഒരു മത പണ്ഡിതന്റെ, അതായത് ആത്മീയ ചിന്തയുടെ ഒരു തീവ്രമായ ചിന്തയുടെ ഒരു ആവരണമാണ് ഈ നിസ്കാരം. കാരണം 5 നേരം നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു അസുഖവും ലോകത്തിൽ ഉണ്ടായിരിക്കില്ല. അതാണ് ഏറ്റവും കാര്യം. 5 നേരം നിസ്കരിക്കുന്ന ഒരാൾക്കും ഏത് മതസ്ഥരായി നമസ്കരിച്ചാൽ അവന് ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ഹിന്ദുക്കൾ 41 പ്രാവശ്യം ചുറ്റുന്നു. 41 പ്രാവശ്യം ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ ചുറ്റിക്കഴിഞ്ഞാൽ അവര് മോക്ഷം കിട്ടും, അല്ലെങ്കിൽ ദൈവ പ്രസാദിക്കുന്നൊക്കെ പറഞ്ഞാലും 41 ദിവസം കഴിഞ്ഞാൽ 42ാമത്തെ ദിവസം അവരെ നടക്കാൻ ആരും ആവശ്യപ്പെടേണ്ട കാര്യമില്ല. 42ാമത്തും പിന്നെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കും. അവന് ഒരു കൊളസ്ട്രോൾ ഇതും ഉണ്ടാവില്ല. അങ്ങനെ ഓരോ മതത്തിലും മതാചാര്യന്മാർ കൊടുത്ത ചില ആചാരങ്ങളുണ്ടല്ലോ, ആ ആചാരങ്ങൾ മുഴുവനും നമുക്ക് വേണ്ടി, നമ്മളെ ഈശ്വര വിശ്വാസത്തിന് വേണ്ടി, നമ്മളെ ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. അത് ആചാരങ്ങൾ എപ്പോഴും അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തൊട്ട വീട്ടിൻ്റെ അടുത്ത് ഞാൻ വളർന്നു വരുന്നത് ഒരു മുസ്ലിം വീടിന്റെ അടുത്താണ് എൻ്റെ വീട്. ആ വീട് വളരെ നല്ല ഒരു സംസ്കാരമുള്ള വീടാണ്. അവിടെ ആ കുട്ടികളില്ലാത്തതുകൊണ്ട് എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി